വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വിമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി, ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി സാമ്പാർ വെച്ചു. അങ്ങനെ ഇഡ്ഡലി മാവ് കോരി വെച്ചു. അതിന് മുന്നേയായിട്ട് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. എപ്പോഴും എനിക്ക് ചായ കുടിക്കണം. അങ്ങനെ മാവ് തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അങ്ങനെ അതിന് കലക്കി ഭയങ്കര കട്ടിയായിരുന്നു. അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കലക്കി ഉപ്പൊക്കെ ഇട്ട് കലക്കി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി തട്ടിൽ കോരി വെച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ രാവിലെ ഇഡ്ഡലി വെച്ചു. കുറേ നാളായി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും പുട്ടും ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും ഇഡ്ഡലി തന്നെ ഉണ്ടാക്കുക. ഇഡ്ഡലി സാമ്പാറും ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്തായിരുന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആഹാരമാണല്ലോ ഇഡ്ഡലിയും സാമ്പാറും. അങ്ങനെ സാമ്പാർ മുളക് പൊടി, മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് സാമ്പാർ പൊടി. ഞാൻ സാമ്പാർ പൊടി ഇടത്തില്ല, ചിലപ്പോഴേ ഇടത്തുള്ളൂ, ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇടും. പക്ഷേ എനിക്കത് ഇഷ്ടമില്ല സാമ്പാർ പൊടി ഇടുന്നത്. അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. അല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ സാമ്പാർ വയ്ക്കും. അങ്ങനെ ഞാൻ സാമ്പാർ വെച്ചു. പിന്നെ വെണ്ടയ്ക്ക തോരന് വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വെണ്ടയ്ക്ക സാമ്പാറും വെണ്ടയ്ക്ക തോരനും അച്ചാറും. അങ്ങനെ വെണ്ടയ്ക്ക സാമ്പാർ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കടുവൊക്കെ താളിച്ചിട്ടു. പിന്നെ ഞാൻ താളിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് അവസാനം കുറച്ച് മുളക് പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിടും. കാരണം എന്തറിയാമോ, സാമ്പാറിന് കുറച്ചുകൂടെ കളർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് സാമ്പാറിന് കുറച്ച് മുളക് മൂപ്പിച്ച് ഞാനിടും. കടുവൊക്കെ താളിച്ചിട്ട് കുറച്ച് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ അപ്പം നല്ല കളർ കിട്ടും സാമ്പാറിന്. കണ്ടോ, നല്ല കളർ തന്നെ മാറിയുണ്ടോ, സാമ്പാറിന് നല്ല കളർ കിട്ടും. അപ്പോൾ അങ്ങനെ മുളക് മൂപ്പിച്ചിടാൻ മറക്കരുത് എല്ലാവരും. പിന്നെ വെണ്ടയ്ക്ക തോരൻ വെച്ചു. പിന്നെ സാമ്പാർ കുറച്ച് കോരി മുരുകാണിന് തണുപ്പിക്കാൻ വെക്കണം. നല്ല തണുപ്പിക്കാൻ ചോറും സാമ്പാറും. പിന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ടുണ്ട്. അങ്ങനെ മുരുകാണിന് ചോറ് കോരി മുരുകാണിനുള്ള എല്ലാം റെഡിയായി. അങ്ങനെ മുരുകാണിന് പോയി ഒരു ഷർട്ട് തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഷർട്ടും തയ്ച്ചു കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്. പിന്നെ വേറൊരു കാര്യം കൂടെ കാണിക്കാൻ വന്നത്, ഞാൻ റോസിൻ്റെ ഒരു സർഫ് വാങ്ങിച്ചായിരുന്നു. 2 കിലോ 79 രൂപയുള്ളൂ. 2 കിലോയ്ക്ക് നല്ല സർഫാണ്, എല്ലാവരും വാങ്ങുക. രാമചന്ദ്രയിലുണ്ടത്. ഓക്കെ, ശരി, ബായ്.